ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മാണിത്തട്ട് ഉപ്പേരി ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് അതിലൊരു നൂലുണ്ടാവില്ലേ, അതപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ ഈർക്കിളിയോ അല്ലെങ്കിൽ നമ്മൾ പപ്പടം എന്താ പറയുക പൊരിക്കുമ്പോൾ കൊള്ളില്ലേ, അതോ അങ്ങനെ എന്തെങ്കിലും വെച്ചതാണ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നൂലൊക്കെ നമുക്ക് പോയി കിട്ടും. നമുക്ക് ഈ പീസൊക്കെ വേറെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. പിന്നെ ചിലരൊക്കെ കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്യും കേട്ടോ, ഒരു ഈള് കത്തിയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ചെയ്താലും കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് ഞാൻ ഇത്തിരി പയറെടുത്തിട്ട്, ഈ ചെറുപയറില്ലേ അതെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുപയറോ അല്ലെങ്കിൽ മുതിര അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ചൊരു കുറുക്ക് കിട്ടാനും നല്ല ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ആദ്യം പയറിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നിട്ട് ഈ മാണിത്തട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത് വേവാനുള്ള ഇത്തിരി വെള്ളം ഒഴിക്കുന്നുള്ളൂ, കാരണം അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉണക്കമുളകും വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പിനെല്ലാം കൂടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അത് വെന്തതിന് ശേഷം ഞാൻ ഇത്തിരി പാനിൽ ഇത്തിരി എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് പൊടിച്ചിട്ട് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഐറ്റംസൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ പാകത്തിന് ഇത്തിരി കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് നമ്മൾ ഈ വേവിച്ച് വെച്ച മാണിത്തട്ടിയും പയറും ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മക്കൾക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.